ഹലോ ഫ്രണ്ട്സ്, കോഴിക്കോട് കൊയിലാണ്ടിയിൽ എന്ന് പറയുന്ന സ്ഥലത്ത്, കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇങ്ങനൊരു മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രം കേട്ടോ. കടലിൻ്റെ തൊട്ട് 4 മീറ്റർ ഡിഫറൻസിൽ ഇത് കടലണച്ചാൽ ഈ കാണുന്നതാണ്. തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം. നോക്കിയ ഒരു തിര അടിച്ചു കഴിഞ്ഞാൽ ഇതിന് സ്റ്റെപ്പിലടക്കം വെള്ളം തെറിക്കും. പക്ഷേ ഇതുവരെ ഒരു അപകടം വന്നിട്ടില്ല. അവിടുത്തെ ദേവി അത്ര പവർഫുള്ളാണ്, ജലദുർഗ. അപ്പോൾ ജലദുർഗയുടെ പവർ ഒന്ന് ആലോചിച്ച് നോക്കിയത്, തൊട്ട് കടലിൻ്റെ വെള്ളം ഈ സ്റ്റെപ്പിലടക്കം തെറിച്ച് വരുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ളൊരു അമ്പലമാണ്. അപ്പോൾ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടെയാണെന്നുള്ളത്. ഞാനെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്കേ മലബാറിലാണ് കേട്ടോ. വടക്കേ മലബാറിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. കൊല്ലം എന്ന് പറയുമ്പോൾ എല്ലാവരും തിരുവനന്തപുരം എന്ന് വിചാരിക്കരുത്. കൊയിലാണ്ടിലുള്ളൊരു കൊല്ലമാണ്. കൊല്ലത്തിൽ മെയിൻ റോട്ടിൽ നിന്ന് 200-250 മീറ്റർ ദൂരെ ആകെ വരുന്നത്. ഇത്രയും മനോഹരമായിട്ടുള്ള സ്റ്റെപ്സും ഇതുപോലെ കയറി നമ്മളിതിൽ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു അമ്പലത്തിൻ്റെ ഒരു ഫീൽ, നമുക്കൊരു മനസ്സിന് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. അവിടെ മേളിൽ നിന്നിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ ആ കടൽ കാഴ്ചയും, അതേപോലെ തന്നെ ഒരു അരളി മരം മുന്നിലുണ്ട്, ഒരു കൽവിളക്കുണ്ട്. അതേപോലെ മേലെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു അമ്പലമാണ്. ചുറ്റും ടൈൽസൊക്കെ ഇട്ടിട്ട് വൃത്തിൻ്റെ കാര്യത്തിൽ അടിപൊളി കേട്ടോ. ഒരു ഇലയോ ഒന്നും വീണിട്ടില്ല. ചുറ്റും തെങ്ങാണ്. തെങ്ങിൻ്റെ ഒരു നോക്കി അതിന് മുന്നിൽ കടലാട്ടോ. ആ ഒരു കാഴ്ച, ഒരു ഇത് കാണണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നാലാണ് ഇതിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ശ്രീ ദുർഗ വനജല ക്ഷേത്രം കേട്ടോ. അപ്പോൾ ഇവിടെ കർക്കിടകത്തിൽ ബലിതർപ്പണം പരിപാടി ഇവിടെ ഏറ്റവും ഫേമസ് ആണ്. കൊയിലാണ്ടി കഴിഞ്ഞിട്ട് മൂടാടി പറയുന്ന സ്ഥലത്താണ് മെയിൻ റോഡിൽ തന്നെ ഒരു കവാടം വെച്ചിട്ടുണ്ട്. ആ കവാടത്തിൻ്റെ അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു 250 മീറ്റർ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രം നമുക്ക് കാണാൻ പറ്റും. ഒരു പുണ്യക്കാവ്, ഭയങ്കര ഒരു ഫേമസ് ആണ്. വിളിപ്പുറത്ത് എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാം ഭഗവതി അനുഗ്രഹിച്ചു കൊടുത്ത, ഈ മണ്ണിൽ അനുഗ്രഹിച്ചു കൊടുത്തൊരു ക്ഷേത്രം തന്നെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ ഭയങ്കര വിഷമമായിരിക്കും. കാരണം അത്രയും നല്ലൊരു കാഴ്ചയാണ്. നോക്കി ചുറ്റും സൈലൻ്റ് ആണ്. നമുക്കൊരു 4:30-5 മണിക്ക് വന്നു കഴിഞ്ഞാൽ 5 മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ പൂജ കാര്യങ്ങൾ, അതുപോലെ തന്നെ ദീപാരാധന ഇതെല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ ഇരിക്കാൻ വേണ്ടി സൈഡിലൊക്കെ തിട്ടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വൃത്തിയുള്ളൊരു അമ്പലം കൂടിയാണ്. ഇവിടെ വൈകുന്നേരം ദീപാരാധന ഉണ്ട്. ഇതിൻ്റെ ഐതിഹ്യം പറഞ്ഞു കഴിഞ്ഞാൽ പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ദേവീക്ഷേത്രത്തിന് അറിയപ്പെടുന്നത്. ദുർഗാ ദേവീ ക്ഷേത്രമാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ മക്കൾക്ക് ഇതുവരെ ഒരു അപകടമോ കാര്യങ്ങളോ ഒന്നും ദേവിയുടെ ഭാഗത്തുനിന്ന്, ഇവിടെ കടലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അത്രയും സുരക്ഷിതമായിട്ട് അമ്മ അവിടെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എല്ലാവരെയും. ഇവിടെ 2 പ്രതിഷ്ഠയുണ്ട്. ശാസ്താവും ഉണ്ട്, വിഘ്നേശ്വരനും ഉണ്ട്. 2 പ്രതിഷ്ഠകളും ചേർന്നിട്ടുള്ളൊരു അമ്പലമാണ്. ഇതിൻ്റെ ഉള്ളിലൊരു കുളവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു കുളവും സ്ഥിതി ചെയ്യുന്നുണ്ട്. ചുറ്റും മതിൽക്കെട്ടും തെങ്ങും ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ് ഇവിടെ കാണുമ്പോൾ. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വന്ന് എത്തുന്നത് വരെ ഈ ഒരു ഫീലാണ്. ഇവിടെ ഇങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഞാൻ നെട്ടിപ്പോയി. കാരണം ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ വളരെ ഒരു മനസ്സിനൊരു തൃപ്തി കിട്ടും. നമുക്കിവിടെ വന്ന് എത്ര നേരം വേണിച്ചാലും ഇരിക്കാം. പക്ഷേ നമുക്ക് എന്താണ് ഈ ഒരു അമ്പലം എന്നുള്ള വരുന്ന സമയത്ത് വീഡിയോയിലൊക്കെ കണ്ടിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇത്രയും മനോഹരമായിട്ട് നടന്നു പോകുന്ന ഈ വഴിയൊക്കെ ഉണ്ടല്ലോ, നല്ലൊരു ഭംഗി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റോഡ് കടലിൻ്റെ സൈഡിൽ കൂടെ നമുക്കിവിടെ വരെ കാറൊക്കെ വരും കേട്ടോ. അമ്പലത്തിൻ്റെ സൈഡ് വരെ പോകും. ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ മേലെ നമുക്ക് വഴിപാട് കൗണ്ടർ വരുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നെയ്വിളക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഈ ബോർഡിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ 2 നെയ്വിളക്ക് കഴിച്ചു. അപ്പോൾ വെറുതെ കൈവീശി പോകാൻ പാടില്ല. അമ്പലത്തിൽ പോയാൽ നമ്മൾ എന്തെങ്കിലും ഒരു പൂജയ്ക്ക് കൊടുക്കണം. അപ്പോൾ അതൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ തൊട്ടിപ്പുറത്ത് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇത് നമ്മുടെ ശങ്കരാചാര്യരല്ല, ഒരു മഠമുണ്ട് അവിടെ. ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു രവിശങ്കറിൻ്റെ ഒരു ആശ്രമമുണ്ട്. അവിടെ വേണിച്ചാൽ നമുക്ക് പോയി ഇരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, ഇനി ഒരു ധ്യാനത്തിലിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മണ്ഡപം കേട്ടോ ഇപ്പുറത്ത് കാണുന്നത്. ഇത് കണ്ടില്ല, സൈലൻ്റ് കേട്ടോ. വളരെ സൈലൻ്റാണ്. പിന്നെ സൺസെറ്റ് കാണാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഞാൻ ഉള്ളിലത്തെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കിയേ, ഉള്ളിൽ ഇത്രയും മനോഹരമായിട്ടൊരു മുന്നിൽ തന്നെ ഒരു അരളി മരം ഉണ്ട്. അതിന് തൊട്ടടുത്തൊരു കൽവിളക്കുണ്ട്. അതിൻ്റെ നേരെ മുന്നിലാണ് നമുക്ക് ഉള്ളിലോട്ട് പോകുന്നത്. ഉള്ളിലേക്ക് പോകുമ്പോൾ ഷർട്ട് വരണം. അല്ല, സൺസെറ്റ് ഏകദേശം താന്ന് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മനോഹരമായിട്ടുള്ള സൺസെറ്റ് നമുക്ക് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയും മനോഹരമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ലൊരു ഭംഗിയായിട്ട് താന്ന് പോകുന്ന ഒരു ഫീൽ നമുക്കിവിടെ വന്നുമ്പോൾ കാണാൻ പറ്റി. സൈലൻ്റ് ആട്ടോ, ഒരുപാട് ആൾക്കാരും ആരുമില്ല.
കുറച്ച് ആൾക്കാരൊക്കെ വന്നിങ്ങനെ ഇരുന്ന് പോകുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്, കണ്ട അമ്പലത്തോട്ട് വരുന്നുണ്ട്. ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ, 5:30 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നോക്കിയാൽ എന്ത് രസമല്ലേ, ആ കൽപ്പടവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു രസമായിട്ടൊരു ഫീലാണ് നമുക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മനസ്സിനൊരു തൃപ്തിയാണ്. പിന്നെ നമുക്ക് ബാക്കിൽ കൂടെ ചുറ്റണമെന്നുണ്ടെങ്കിൽ അമ്പലത്തിന് മുകളിൽ കൂടെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമുക്ക് അമ്പലത്തിൻ്റെ മേൽഭാഗം ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും. നോക്കിയേ, ഫുള്ളായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇറങ്ങി താഴേക്ക് വന്നാലാണ് പ്രതിഷ്ഠ, മീൻസ് ഫുള്ളായിട്ടൊന്നും ചുറ്റാൻ പറ്റുള്ളൂ. മേൽഭാഗം കണ്ടോ, നല്ലൊരു അമ്പലം, ചെറിയൊരു അമ്പലമാണ് കണ്ടോ. ഇങ്ങനെ മേളിൽ കൂടെ വന്നിട്ട് വേണം നമുക്ക് താഴോട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. താഴോട്ട് വരുന്ന സമയത്ത് അതിനേക്കാട്ടിലും മനോഹരമായിട്ടുള്ളൊരു പിൻ ഡോറിൽ കൂടെ ഒരു കാഴ്ചയുണ്ട്, കടലിലോട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയുണ്ട് കേട്ടോ. അത് ഏറ്റവും വലിയ മനോഹരത കണ്ടോ, ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണുന്നത് ഫുള്ളായിട്ട് നമുക്ക് ഈ കടൽ മൊത്തം നമുക്കതിനെ കാണാൻ പറ്റും. അപ്പോൾ അത് ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ഇത് കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞൊരു നല്ലൊരു കുളമുണ്ട് കേട്ടോ, അടിപൊളി ഒരു കുളമാണ്. അതിൽ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്പൂതിരിമാർക്ക് കുളിക്കാനും എന്നുള്ള ആ ഒരു കുളം കേട്ടോ. നോക്കിയാൽ അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ആളുകളൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇത് മാതിരി കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു കുളം തന്നെയാണ് കേട്ടോ അത് കാണുമ്പോൾ. നോക്കിയേ, അമ്പലത്തിൻ്റെ വ്യൂ ഇതാട്ടോ, നല്ല രസമാണ്. കൽപ്പടമൊക്കെ കെട്ടിവെച്ച് ഒരു മതിൽക്കെട്ടൊക്കെ കെട്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഡിവൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കാർ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ കാർ പാർക്കിങ്ങിനൊന്നും ഒരു ഇതുമില്ല. കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ ജസ്റ്റ് നടന്നാൽ മതി, അത്രേ വരുന്നുള്ളൂ. ഇവിടേക്കൊന്നും ആളുകളൊന്നും അങ്ങനെ എത്തിപ്പെട്ടിട്ടില്ല. കാരണം ഒരുപാട് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ വരും. കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള നിറയെ സ്പേസ് ഉണ്ട്. ജസ്റ്റ് ഇതാ നമ്മൾ വരുന്ന വഴിയും കാർ പാർക്കിംഗ്, അതാ കാറുകളൊക്കെ വരുന്നുണ്ട്, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ സൺസെറ്റ് ഏകദേശം ആവാറായി. നോക്കിയേ എന്ത് ഭംഗി അറിയോ, ചുറ്റും മതിൽക്കെട്ടൊക്കെ കെട്ടിയിട്ട് കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ മഴക്കാലത്തൊക്കെ നല്ല തിരയുണ്ടാവും, നല്ല തിരയും നല്ലൊരു ഫോഴ്സിലടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചുറ്റും കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ. വലിയൊരു പ്രൊജക്റ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, മതിൽക്കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ലൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ഒരു സ്ഥലം. നമുക്ക് വന്നിട്ട് നിശബ്ദമായിട്ട് വന്നിട്ട് ചിലപ്പോൾ ഇരിക്കാം, നമുക്ക് സമയം ഇവിടെ ചിലവാക്കാം. അപ്പോൾ നമുക്ക് ഒരു മൈൻഡിനൊരു ഫ്രീ കിട്ടും ഇവിടെ വരുമ്പോൾ. ഇപ്പോൾ ഒരുപാട് തിരക്ക് പിടിച്ച സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നമുക്കൊരു ഇത് കിട്ടണമെന്നില്ല, ശരിക്കും പറഞ്ഞാൽ ഒരു മൈൻഡ് കിട്ടണമെന്നില്ല. അവിടെ ഒരു ചെറിയൊരു മണ്ഡപം കെട്ടി വെച്ചിട്ടുണ്ട്, സ്റ്റെപ്പൊക്കെ ആയിട്ട്. നമുക്ക് അവിടെ വേണിച്ചാൽ പോയിട്ടിരിക്കാം, കടലിലേക്ക് നോക്കിയിട്ടിരിക്കാം. ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ കല്ലിമക്കായൊക്കെ വലിക്കാൻ വരും. ഒരു സീസൺ ആകുന്ന സമയത്ത് ഈ കല്ലിലൊക്കെ അത് ഉണ്ടാവും, അതാ കണ്ടില്ലേ, ഇതൊക്കെ വലിച്ച് പോയിട്ടുണ്ട് ആൾക്കാർ. ഇതൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ രവിശങ്കറിൻ്റെ ഒരു ആശ്രമം, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ. ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ പോകുന്ന വഴിയായ കാരണം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ കാറൊക്കെ നമുക്ക് മുന്നിലോട്ട് കൊണ്ടുപോകാം, ബൈക്കും സ്കൂട്ടറൊക്കെ പോകാൻ പറ്റും. എങ്കിലും നമ്മൾ നടന്നിങ്ങനെ വരുമ്പോൾ ഈ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് 50 മീറ്റേഴ്സ് ഉള്ളൂ കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമില്ല. ആ ലാസ്റ്റിൽ കാണുന്നതാണ് അമ്പലം. അമ്പലത്തേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല രസമുള്ളൊരു ഇതാട്ടോ, കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ പെട്ടെന്ന് ഇവിടെ മണ്ണിടിച്ചിൽ വരാൻ വഴിയില്ല, കാരണം മൊത്തം പാറയാണ്. പാറക്കല്ലായ കാരണം അങ്ങനെ വലിയ രീതിയിൽ നമുക്ക് മണ്ണിടിച്ചിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കുറവാണ്. കണ്ടില്ലേ, നല്ല രസമാട്ടോ. ഇതൊരു സോപ്പ് കായ പറയില്ലേ, പണ്ട് സോപ്പും കായ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ടോ. പണ്ട് ആൾക്കാർ ഷാമ്പൂവിന് പകരമൊക്കെ തലയിൽ തേക്കുന്ന ആ ഒരു മരം കേട്ടോ അത്. അപ്പോൾ അതിൽ കുറേ കായൊക്കെ ഉണ്ട്. നോക്കി പോകുന്ന വഴി എന്ത് മനോഹരമായിട്ടൊരു കാഴ്ച അറിയുന്നത്. ഞാനിങ്ങനെ ഫുള്ളായി കാണിച്ച് വരുന്നില്ല. ഇത്രയും ഒരു ഭംഗിയുണ്ട് എന്ന് അറിയുമ്പോഴാണ് കാണുമ്പോഴാണ് ആൾക്കാർ മനസ്സിന് ഫീൽ ചെയ്തപ്പോൾ നമുക്കിവിടെയൊക്കെ പോകണം, ഇവിടെ ഒന്ന് പോയാൽ കൊള്ളാം എന്നുള്ളൊരു ഇതാണ് കാണുന്നത്. ജസ്റ്റ് വേഗം എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഫുൾ വീഡിയോ ആയിട്ട് നമ്മളിങ്ങനെ കാണിച്ചത്. നമുക്കിങ്ങനെ വരാം, ഇവിടെ ഇരിക്കാം. അപ്പോൾ അങ്ങനെ നല്ല രസമാട്ടോ പോകുന്ന വഴിയൊക്കെ നോക്കി. അപ്പോൾ ഫ്രണ്ട്സ്, എന്തായാലും നിങ്ങൾ മറക്കരുത്, ഇങ്ങനെ വരുവാണെങ്കിൽ കോഴിക്കോട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരമേ ഉള്ളൂ, ഏകദേശം ഒരു 30 കിലോമീറ്റർ. ഇപ്പോൾ റോഡ് സൈഡിൽ കണ്ടു ഇങ്ങനെ ഒരു കവാടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 200 മീറ്റർ അത്രേ ഉള്ളൂ, ഒരുപാട് ദൂരമൊന്നുമില്ല. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ തിരിച്ച് മടങ്ങി പോകുമ്പോഴും മനസ്സിനൊരു വിഷമം കേട്ടോ, ഇവിടെ നിന്ന് പോവുകയാണ്. കാരണം അത്രയും ഒരു സൈലൻ്റാണ് സ്ഥലം. അപ്പോൾ വീണ്ടും പിന്നെയും വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അപ്പോൾ ഒരു സൺസെറ്റ് ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ എന്ത് മനോഹരമായിട്ടുള്ള സൺസെറ്റാണ്. അപ്പോൾ ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ അങ്ങ് പോകുന്നുള്ളൂ കേട്ടോ.